ദയവ് ചെയ്ത് പെൺകുട്ടികൾ മാതാപിതാക്കന്മാരെ കണ്ണുനീരിൽ ആഴ്ത്തരുത്. നിങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങളും പ്രതീക്ഷകളും മാതാപിതാക്കന്മാർക്കുണ്ട്. അതുപോലെ നമ്മുടെ യുവാക്കന്മാർക്ക് ലക്ഷ്യബോധമുണ്ടാവണം. മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു ലഹരിക്കും തെറ്റായ ബന്ധങ്ങളിലും ജീവിക്കുന്ന ധാരാളം യുവാക്കന്മാരുണ്ട്. നിങ്ങളങ്ങനെ പോകരുത്. പഠിക്കാൻ പോകുന്ന നാളിൽ നന്നായിട്ട് പഠിക്കണം. നമ്മുടെ ആൺകുട്ടികൾക്ക് പലർക്കും നല്ല വിദ്യാഭ്യാസമില്ല. അതുകൊണ്ടാണ് പലർക്കും കല്യാണം കഴിക്കാൻ പറ്റാവുന്നിരിക്കുന്നത്. എൻ്റെ ഇടവകയിലുണ്ട് 85 പേര് ആണുങ്ങൾ കല്യാണം കഴിക്കാമെന്നാണ് പറയുന്നത്. ഇതുപോലെ അനേകം ക്രൈസ്തവ ഇടവകകളിൽ യുവാക്കന്മാരെന്ന് പറയാനൊക്കത്തില്ല. 30-നും 35-നും 40-നും 45-നും ഒക്കെ ഇടയ്ക്ക് പ്രായമായവരാ. ഇനി ഒരു വിവാഹ ജീവിതമില്ല. എല്ലാ സ്വപ്നങ്ങളും നഷ്ടപ്പെട്ട ഒരുപറ്റം മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇടവകയിൽ ഉണ്ട്. എന്തുകൊണ്ടായി സംഭവിച്ചത്? അതിൻ്റെ പിന്നിൽ മാതാപിതാക്കന്മാർക്ക് വീഴ്ചയുണ്ട്. മക്കൾക്ക് അങ്ങോട്ട് കൂടിപ്പോയാൽ ഒരു 25 അല്ലെ ഒരു 30 വയസ്സിൻ്റെ ഉള്ളിൽ അവരെ എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിച്ചയക്കാൻ അപ്പനും അമ്മയ്ക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അതൊന്നും ചെയ്യാതെ അപ്പനും അമ്മയൊക്കെ പലരും എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ ജീവിച്ചു പോയി എന്നുള്ളതല്ലാതെ വേണ്ട പോലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തതിൻ്റെ പരിണിത ഫലങ്ങൾ ഇന്ന് കുടുംബം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഒരു മാറ്റമുണ്ടാവണം. നമ്മുടെ മക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നേരത്തെ വിവാഹം കഴിപ്പിക്കണം. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും 2 മക്കളുമല്ല. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അപ്പൻ, അമ്മ, മക്കൾ, കൊച്ചുമക്കൾ, വല്യപ്പൻ, വല്യമ്മച്ചി, അങ്ങനെ ഒരു സമൂഹമാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈസ്റ്ററിൻ്റെ ദിവസം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈസ്റ്ററിന് മുമ്പ് പെസഹ വ്യാഴാഴ്ച വീടുകളിൽ അപ്പം ഉണ്ടാക്കും. ഇവിടെ ഒക്കെ ഉണ്ടാക്കുമോ? അപ്പം ഉണ്ടാക്കി അപ്പം മുറിക്കുമോ? ഒന്ന് കരിമീർത്തി കാണിച്ച് അപ്പം മുറിക്കും. അപ്പം വീട്ടിലെ വല്യപ്പച്ചൻ ഉണ്ടെങ്കിൽ വല്യപ്പച്ചനായിരിക്കും, അല്ല അപ്പനാണ്. വല്യപ്പച്ചനുണ്ട്, വല്യപ്പച്ചനല്ല അപ്പനാണ്. അപ്പം മുറിച്ചിട്ട് ആദ്യം ആണുങ്ങൾ പ്രായമനുസരിച്ച് കൊടുക്കും, പിന്നെ പെണ്ണുങ്ങൾക്ക് കൊടുക്കും. അങ്ങനെയൊക്കെ ഒരു വലിയ വിശുദ്ധമായൊരു ചടങ്ങാണ് അപ്പം മുറിക്കൽ വീട്ടിലെ പെസഹ വ്യാഴാഴ്ച. ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അപ്പനമ്മയ്ക്കും 10-12 മക്കളുണ്ട്. അവരൊക്കെ വേറെ വേറെ താമസിക്കുക. പെസഹ വ്യാഴാഴ്ച വീട്ടിൽ നിറഞ്ഞാളാ. അപ്പം ഉണ്ടാക്കുന്നു, പാല് കാച്ചുന്നു, ഇന്ദ്രിയപ്പം ഉണ്ടാക്കുന്നു. ആഘോഷമാണ് പെസഹ വ്യാഴാഴ്ച. ശരിയാണോ? ആണോ? അതൊക്കെ അനുഭവിച്ചവരാ നമ്മൾ. ഭയങ്കര സന്തോഷമാണ്. എന്നിട്ടോ പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നു. എന്നിട്ട് വല്യപ്പച്ചൻ ഈ പെസഹ അപ്പം മുറിച്ച എല്ലാവർക്കും കൊടുക്കുന്നു, പാന പാടുന്നു. എന്തൊരാഘോഷമാണ് കുടുംബത്തിൽ. ഇന്ന് അതൊക്കെ നഷ്ടപ്പെട്ടു. കുടുംബത്തിലാകെ അപ്പനമ്മയും 2 മക്കളും. പെസഹ വ്യാഴാഴ്ച ഇങ്ങനെ ഇഡ്ഡലി പോലൊരു അപ്പം ഉണ്ടാക്കിയാൽ മതി. അത് മുറിച്ചിട്ട് ഒരു മോന് ഒരു മോക്ക്, അപ്പനമ്മയും ഓരോ കഷ്ണം. തീർന്നു, പെസഹ തീർന്നു. ഇന്നത്തെ അവസ്ഥ ഇതാ. പണ്ടങ്ങനായിരുന്നു. ഒരു ഓണം വന്നാൽ, ഒരു ഈസ്റ്റർ വന്നാൽ, ക്രിസ്തുമസ് വന്നാൽ പണ്ട് വീട് നിറച്ചാളാ. വല്യപ്പച്ചനും വല്യമ്മച്ചി എല്ലാവരും ഉണ്ട്. എല്ലാവരും വീട്ടിൽ വരും ക്രിസ്തുമസിന്. മക്കളെല്ലാവരും, കൊച്ചുമക്കളെല്ലാം വരും. എന്തൊരാഘോഷമായിരുന്നു വീടുകളിൽ. ഇന്ന് ആ കാലമൊക്കെ പോയി. മക്കളില്ല, മക്കളുടെ എണ്ണം കുറഞ്ഞു പോയി. ഇനി ഉള്ള മക്കളൊക്കെ വിദേശത്ത് എന്തൊക്കെയോ നേടാൻ പോയിരിക്കുക. അവിടെ നേട്ടങ്ങൾ കൊയ്തവർ വളരെ കുറച്ചേ ഉള്ളൂ. അവിടെ ശരിക്ക് കഷ്ടപ്പെടുകയാണ്. നമ്മുടെ തലമുറ അവിടെ പോയി ശരിക്ക് കഷ്ടപ്പെടുകയാണ്. നമ്മുടെ മക്കളും കൊച്ചുമക്കളും തലമുറയൊക്കെ അവിടെ വല്ലാതെ നോവുന്നുണ്ട്. ജീവിതത്തിലെ പ്രിയപ്പെട്ടവരുടെ നഷ്ടം, നാടിനെ നഷ്ടപ്പെട്ടു. ആ വേദനയിലൊക്കെ അവരൊക്കെ അവിടെ ജീവിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര സന്തോഷത്തിലൊന്നും ആണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. കുടുംബ ജീവിതത്തിൻ്റെ ആ പവിത്ര എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മക്കൾക്ക് ജന്മം കൊടുക്കുക എന്നുള്ളത്. എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ഒരു കുടുംബത്തിൽ ഏറ്റവും കുറഞ്ഞത് 5 മക്കളെങ്കിലും ഈ കാലഘട്ടത്തിലുള്ള, ഏറ്റവും കുറഞ്ഞത് 5 പേര്, 7, 8, 10 ഒക്കെ ആയിക്കൊള്ളട്ടെ. സഹോദരിമാർ ഒന്ന് പ്രസവിക്കാൻ തയ്യാറാകണം. കാരണം പുരുഷന്മാർക്ക് ഒരിക്കലും പ്രസവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സഹോദരിമാർ ഒന്ന് മനസ്സ് കാണിച്ചെങ്കിലേ മക്കളുണ്ടാവത്തുള്ളൂ. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം വലിയ നോയമ്പിൻ്റെ സമയത്ത് ഞാൻ US അറ്റ്ലാന്റ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ധ്യാനമുണ്ടായിരുന്നു. അവിടെ ധ്യാനാവസരത്തിൽ ഞാൻ വചനമൊക്കെ പറഞ്ഞതിന് ശേഷം ഹീലിംഗ് പ്രേയറിൻ്റെ സമയത്ത് കർത്താവ് എനിക്കൊരു മെസ്സേജ് നൽകി. ഹാർട്ടിൻ്റെ ദ്വാരമുള്ള ഒരാളെ കർത്താവ് തൊടുന്നു, സൗഖ്യം നൽകുന്നു. ഞാൻ മെസ്സേജ് അനൗൺസ് ചെയ്തു. അപ്പം ഒരു സഹോദരി ഏറ്റവും പുറകിൽ നിന്ന് കൈ ഉയർത്തി വീശി കാണിച്ചു. ഞാൻ സ്റ്റേജിലേക്ക് വരാൻ പറഞ്ഞു. ആ സഹോദരി സ്റ്റേജിൽ വന്നു. അവിടെ ഹാർട്ടിൻ്റെ വാൽവുകൾക്ക് ദ്വാരമുണ്ട്.
ആ പ്രാർത്ഥനയുടെ സമയത്ത്, ഹീലിംഗ് പറയുന്ന സമയത്ത് ഒരു ശക്തി വന്ന് ഈ ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങനെ ഒരു വലിയൊരു അനുഭവം ഇങ്ങനെ അവിടെ ഫീൽ ചെയ്തവർക്ക്. ഞാൻ ചോദിച്ചു ആരൊക്കെയുണ്ട്? ഞാൻ ഭർത്താവുണ്ട്, മക്കള് 9 പേര്. ആ കൊള്ളാമല്ലോ. ഞാൻ പറഞ്ഞു മക്കളൊക്കെ എന്ത് ചെയ്യും? എല്ലാവരും പുറകിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചു, എല്ലാവരും സ്റ്റേജിലേക്ക് വരാൻ പറഞ്ഞു. ഭർത്താവും 8 മക്കളും സ്റ്റേജിൽ വന്നു. മൂത്തയാൾ കോളേജിൽ പോയിരിക്കുകയാണ്, ബാക്കി എല്ലാവരും ഉണ്ട്. ഞാൻ ആ ഭർത്താവിൻ്റെ കയ്യിൽ മൈക്രോഫോൺ കൊടുത്തു. ഞാൻ പറഞ്ഞു സാക്ഷി ഒന്ന് പറയാമെന്ന് വെച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ ജീസസ് യൂത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളായിരുന്നു. എൻ്റെ ഭാര്യയും ജീസസ് യൂത്തുകാരിയാണ്. വിവാഹമൊക്കെ കഴിഞ്ഞു. അപ്പം തന്നെ ഞങ്ങളെടുത്ത തീരുമാനം, ധാരാളം മക്കൾ വേണം. ഇപ്പോൾ 9 മക്കളുണ്ട്. ഇനിയും കർത്താവ് മക്കളെ തന്നാൽ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇനി തീരുന്നില്ല. ഓരോ കുഞ്ഞുങ്ങൾ പിറന്നു വീഴുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് അനുഗ്രഹം ഒഴുകുകയാണ്. എത്ര മക്കൾ കൂടുന്നോ അതനുസരിച്ച് അനുഗ്രഹം നമ്മുടെ കുടുംബത്തിലേക്ക് കർത്താവ് വർഷിച്ചുകൊണ്ടിരിക്കും. ആ സഹോദരൻ പറയാണ്, എൻ്റെ നാട് ഇടുക്കിയിലാണ്. എൻ്റെ അപ്പച്ചനും കുടുംബക്കാരെല്ലാവരും ഭയങ്കര കൃഷിക്കാരാണ്. അപ്പോൾ എനിക്ക് കൃഷിയിൽ ഭയങ്കര താല്പര്യമാണ്. പക്ഷേ എഞ്ചിനീയറാണ്, 2 പേരും എഞ്ചിനീയേഴ്സാണ്. അധ്വാനിച്ച് ഇഷ്ടംപോലെ പണമൊക്കെ ഉണ്ട്. അത് പറയുകയാണ്, നമുക്കിന് പറയുക, ഇവിടെ അറ്റ്ലാന്റയിൽ 100 ഏക്കർ സ്ഥലം ഞാൻ മേടിച്ചു. 100 ഏക്കർ സ്ഥലം, അമേരിക്കയിൽ 100 ഏക്കർ സ്ഥലം മേടിച്ചു. അവിടെ ഇപ്പം മനോഹരമായ വലിയൊരു വീട് പണിയുന്നു. പിള്ളേരെല്ലാം ഹോം സ്കൂളിംഗ് ആണ്, പിള്ളേരെ സ്കൂളിൽ വിടുന്നില്ല. ഞങ്ങൾ ജീസസ് യൂത്തിൻ്റെ ഒരു കൂട്ടായ്മയുണ്ട്, ഒരു 15 ഫാമിലി. അതെല്ലാ ആഴ്ചയും ഞങ്ങൾ ഒത്തുകൂടുന്നു. എന്നിട്ട് ഈ 100 ഏക്കർ സ്ഥലം മേടിച്ച് അവിടെ കൃഷി ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെയൊക്കെ ഒരു വലിയ പ്ലാനിൽ കാര്യങ്ങൾ നീങ്ങുന്നു. സന്തോഷമായിട്ട് പോകുന്നു. ഹല്ലേലൂയ. മക്കളുടെ സമൃദ്ധി അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയാണ്. ദയവ് ചെയ്ത് 1 മതി, 2 മതി, 3 മതി എന്ന് ചിന്തിച്ച് നിങ്ങൾ അങ്ങനെ തീരുമാനമെടുക്കരുത്. ദൈവം എത്ര മക്കളെ തരുന്നുവോ അത്രയും മക്കളെ 2 കൈ നീട്ടി സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാവണം. നമ്മുടെ കുടുംബം തയ്യാറാവണം. ഹല്ലേലൂയ. അനുഗ്രഹം നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ധാരാളം കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടാവണം. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഉൽപ്പത്തി 1:28, നിങ്ങൾ സന്താന പുഷ്ടി ഉള്ളവരായി പെരുകുവിൻ, നിങ്ങൾ ഭൂമിയെ നിറഞ്ഞു കീഴടക്കുവിൻ. സന്താന പുഷ്ടി ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ദയവ് ചെയ്ത് പ്രസവം നിർത്തുക, കുഞ്ഞുങ്ങളുടെ ജന്മം നടയുക, ഇതൊന്നും ചെയ്യാനായിട്ട് പാടില്ല. അതൊന്നും കർത്താവ് അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് മക്കളുടെ ജന്മത്തെ തടയുന്ന ഒരു കാര്യങ്ങളും ഭാര്യാഭർത്താക്കന്മാർ ചെയ്യാൻ പാടില്ല. അത് ശരിക്കും തെറ്റാണ്. ഹല്ലേലൂയ. കരമുയർത്തി നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ. കരമടിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. കത്തോലിക്ക ചെറുപ്പക്കാരൊക്കെ നന്നായിട്ടെല്ലാം മിടുക്കന്മാരായിട്ട് നടക്കണം, നന്നായിട്ട് പഠിക്കണം, നല്ല ജോലി വേണം, നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു വില വേണം. ആ ഒരു വലിയ ഇതിൽ തന്നെ നമ്മുടെ കുട്ടികൾ ഇവിടെ മുൻപോട്ട് പോകണം. അത് വളരെ ആവശ്യമാണ്. ഞാനൊരു അനുഭവം പങ്കുവയ്ക്കുന്നു. ചെറുപുഷ്പം വിശുദ്ധ തെരേസായുടെ മാതാപിതാക്കൾ ലൂയി മാർട്ടിനും മേരി സെലിഗ്രനും ലിസ്യൂലാണ് അവർ. ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഈ മാതാപിതാക്കന്മാർക്ക് 10 മക്കളുണ്ടായിരുന്നു. 5 മക്കൾ പ്രസവത്തോടുകൂടിയൊക്കെ മരിച്ചുപോയി. പിന്നെ 5 പെൺമക്കൾ. ഈ 5 പെൺമക്കളും സന്യാസ ജീവിതം തിരഞ്ഞെടുത്തു. അതിൽ ഒരു വ്യക്തിയാണ് കൊച്ചുദർശിയ പുണ്യവതി ചെറുപുഷ്പം. ഈ മാതാപിതാക്കന്മാർ ഒരിടവക്കാരായിരുന്നു. ജോൺ പോൾ സെക്കൻഡാണ് അവരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചത്. ലൂയി മാർട്ടിനെയും മേരി സെലിഗ്രനും ഒറ്റ ഇടവക്കാർ. അവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു, പരിശുദ്ധമായ സ്നേഹം, നിർമ്മലമായ സ്നേഹത്തിലായിരുന്നു. കുടുംബക്കാർ ആലോചിച്ച് വിവാഹം നടത്തിച്ചാണ് അവർക്ക് 10 മക്കളുണ്ടായി. സന്തോഷം തന്നെ കുടുംബവിധം. മക്കളെ വിശുദ്ധരായിട്ട് വളർത്തി. അവർ വിശുദ്ധരായി തന്നു. സഭയിലെ വിശുദ്ധരാണ് അവർ 2 പേരും. വിശുദ്ധ ലൂയി മാർട്ടിനും വിശുദ്ധ മേരി സെലിഗ്രനും. അവർക്ക് ഉള്ള 5 മക്കളും തെരേസ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു.
ഓരോ മാതാപിതാക്കന്മാരും വിശുദ്ധരായി തീരണമെന്നാ ദൈവത്തിൻ്റെ ആഗ്രഹം. മക്കളും വിശുദ്ധരാകണമെന്നാ ദൈവത്തിൻ്റെ ആഗ്രഹം. നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി നമ്മൾ സമർപ്പിക്കണം. നമ്മുടെ കുടുംബത്തിൽ വൈദികരുണ്ടാവണം, സന്യാസികളുണ്ടാവണം. നമ്മുടെ മക്കള് ഏത് പ്രൊഫഷനാണെങ്കിലും അവർക്ക് കർത്താവിന് വേണ്ടി വേല ചെയ്യാനുള്ള ഒരു ദാഹമുണ്ടാവണം. നമ്മുടെ മക്കള് ഏത് പ്രൊഫഷണൽ ജോലി ചെയ്യട്ടെ, ഡോക്ടറോ എഞ്ചിനീയറോ കൃഷിക്കാരനോ ബിസിനസ്സുകാരനോ എന്തുവാട്ടെ, കർത്താവിന് വേണ്ടി അവർ നിൽക്കുന്നവരായിട്ട് മാറണം. അത് വളരെ ആവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കർത്താവിന് വേണ്ടി വളർത്തണം. അതുകൊണ്ട് ദയവ് ചെയ്ത് മക്കളുടെ എണ്ണത്തെ കുറയ്ക്കുന്ന ഒരു കാര്യങ്ങളും മാതാപിതാക്കന്മാർ ചെയ്യരുത്. ഇവിടെ പ്രായമുള്ള മാതാപിതാക്കന്മാർ നിങ്ങളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കൊക്കെ ഈ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹ സമൃദ്ധിയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കണം. ധാരാളം മക്കൾ വേണമെന്ന്. ഏതാനും ആഴ്ച മുൻപ് എൻ്റെ ഇടവകയിൽ ഒരു കല്യാണത്തിന്, അവിടെ അയൽവാസിയാണ്, കല്യാണത്തിന് മകളുടെ കല്യാണമാണ്, എന്നെ വിളിച്ചു. ഞാൻ അവിടെ കല്യാണത്തിന് ചെന്നു. വിവാഹം നടത്താനുണ്ടായിരുന്ന 3 വൈദികർ, അതിൽ ഒരച്ഛൻ പ്രസംഗിക്കുക. അച്ഛന് നന്നായിട്ട് പ്രസംഗിക്കുന്ന ആളാണ്, ധ്യാനഗുരുവൊക്കെയാണ്. അച്ഛൻ പ്രസംഗത്തിൻ്റെ സമയത്ത് പറയുകയാണ്, അച്ഛൻ അധ്യാപകൻ കൂടിയാണ്. അച്ഛൻ നേരത്തെ ബാംഗ്ലൂരിലായിരുന്നു. ഈ അടുത്തുനിന്നുള്ള അച്ഛൻ ബാംഗ്ലൂർ ക്ലീരീഷ്യൻ സഭയിലെ അച്ഛനാണ്. അച്ഛൻ ബാംഗ്ലൂർ അച്ഛൻ്റെ പഴയ ഇടവകയിൽ ചെന്നു. അപ്പോൾ ഒരു അപ്പനും അമ്മയും അച്ഛനെ കാണാൻ വന്നു. എന്തിനാണെന്നറിയോ? ഒരു സങ്കടം പറയാൻ. അവർക്കുണ്ടായിരുന്ന ഒരേ ഒരു മോള്, അച്ഛൻ അവിടെ വികാരിയായിരിക്കുമ്പോൾ ഇവള് പള്ളിയിലെ എല്ലാ കാര്യത്തിലും സജീവമായിട്ടുണ്ടായിരുന്നു. പിന്നെ അവള് UK പഠിക്കാൻ പോയി. UK പഠിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആള് മൊത്തം മാറി. അവക്കിപ്പം വയസ്സ് 32. അവക്ക് വിവാഹം വേണ്ട. ഇനി അപ്പനോടും അമ്മയോടും പറഞ്ഞു, നിങ്ങൾക്ക് നിർബന്ധമാണ് ഞാൻ വിവാഹം കഴിക്കാം. 2 കണ്ടീഷനുണ്ട്. ഒരു കണ്ടീഷൻ, എനിക്ക് പ്രസവിക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കണ്ടീഷൻ, എനിക്ക് ജോലിയുണ്ട്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം എനിക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ളതാണ്. ആ പണം ഞാൻ ആർക്കും കൊടുക്കത്തില്ല. അങ്ങനെ തയ്യാറുള്ള ഏതെങ്കിലും പുരുഷന്മാരുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ എനിക്ക് കല്യാണം ആലോചിക്കണ്ട. എങ്ങനെയുണ്ട്? അച്ഛനവിടെ പ്രസംഗത്തിൽ പറഞ്ഞ ഇങ്ങനെ ഇപ്പം കാലം മാറി, പെൺകുട്ടികൾക്ക് ഇപ്പൊ പ്രസവിക്കാൻ മനസ്സില്ല. എന്ത് ചെയ്യാനൊക്കെ ചിലപ്പോൾ വിവാഹം വേണ്ട, ഫെമിനിസ്റ്റുകളായിട്ട് മാറിയിരിക്കുക ചിലർ. അങ്ങനെ കുറേ പെണ്ണുങ്ങളെ പല സമയത്തും കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. 10, 35, 40 വയസ്സായി വിവാഹമൊക്കെ കഴിക്കാതെ ഇങ്ങനെ അടിപൊളിയായിട്ട് ജീവിക്കുന്ന കുറേ പെൺകുട്ടികളുണ്ട്. ഹല്ലേലൂയ. ഈ പോക്ക് പോയാൽ എവിടെ ചെന്ന് അവസാനിക്കുന്നറിയില്ല. ആ ഒരു രീതിയിൽ കാലം മാറിയിരിക്കുകയാണ്. മാതാപിതാക്കന്മാര് മക്കളെ വിശുദ്ധിയിൽ വളർത്തണം. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ നിലനിൽക്കും. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. മാതാപിതാക്കന്മാർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം. കുടുംബത്തില് മാതൃകയുള്ള അപ്പനും അമ്മയുമായിട്ട് മാറണം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ തഴമ്പ് കാൽമുട്ടുകളിൽ കാണണം. മക്കൾക്ക് വേണ്ടി കരഞ്ഞതിൻ്റെ കണ്ണുനീർ ചാലുകൾ കവിളിൽ കാണണം. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ മക്കൾ കണ്ടാൽ അവർ പിന്നെ തെറ്റിൻ്റെ വഴിയിലേക്ക് പോകത്തില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ മക്കളെ കർത്താവ് അനുഗ്രഹിക്കും. നമ്മുടെ കുടുംബത്തിൽ ദൈവവിളി ഉണ്ടാവണം. നമ്മുടെ കുടുംബത്തിൽ മക്കളെല്ലാവരും നല്ല നിലയെത്തണം. ഈ ഒരു പ്രാർത്ഥനയും തീഷ്ണതയും മാതാപിതാക്കന്മാർക്ക് ഉണ്ടാവണം. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.